എടാ പിങ്കി, വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്റെ കന്നി വോട്ടല്ലേ? അതെ ലിജി, എൻ്റെ കന്നി വോട്ടാണ്. എന്താ ചോദിച്ചേ? എടാ, കന്നി വോട്ടർമാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിനക്കത് എന്തൊക്കെയാണെന്ന് അറിയാവോ? അതെന്തൊക്കെയാ? വാ, പറഞ്ഞുതരാം. വോട്ടെടുപ്പ് ദിനത്തിൽ മോക്ക് പോളോട് കൂടിയാണ് പോളിംഗ് ബൂത്തുകൾ പ്രവർത്തന സജ്ജമാകുന്നത്. കൺട്രോൾ യൂണിറ്റ്, EVM, VVPAT എന്നിവ പരിശോധിച്ച് ബോധ്യപ്പെടുത്തുന്നതാണ് ആദ്യത്തെ പ്രക്രിയ. സ്ഥാനാർത്ഥികളുടെ പോളിംഗ് ഏജന്റുമാരും പോളിംഗ് ഓഫീസർമാരും പ്രിസൈഡിംഗ് ഓഫീസറും മാത്രമാണ് ആ സമയം ബൂത്തിലുണ്ടാവുക. കൺട്രോൾ യൂണിറ്റിലെ ഡിസ്പ്ലേയിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കെതിരെയും 0 വോട്ടാണ് അപ്പോൾ കാണിക്കുക. ശേഷം VVPATന്റെ ബാലറ്റ് കമ്പാർട്ട്മെന്റ് തുറന്ന് അത് ശൂന്യമാണെന്ന് പോളിംഗ് ഏജന്റുമാരെ പ്രിസൈഡിംഗ് ഓഫീസർ ബോധ്യപ്പെടുത്തുന്നു. അതിനുശേഷം പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ കുറഞ്ഞത് 50 വോട്ടുകളുള്ള മോക്ക് പോൾ നടത്തും. ഇനി വോട്ടർമാർ ചെയ്യേണ്ടത്, അവർ താമസിക്കുന്ന മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ തങ്ങളുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അവർക്ക് അവരുടെ പ്രദേശത്തെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറിൽ നിന്നോ ECI വെബ്സൈറ്റിൽ നിന്നോ അത് പരിശോധിക്കാം. അതിനുശേഷം അവർക്ക് അനുവദിച്ച പോളിംഗ് ബൂത്ത് ഏതെന്ന് തിരിച്ചറിയാം. പോളിംഗ് ദിവസം വോട്ടർമാർ അവരുടെ പോളിംഗ് ബൂത്തുകളിൽ പോയി തിരിച്ചറിയൽ രേഖകൾ ഫസ്റ്റ് പോളിംഗ് ഓഫീസറെ കാണിക്കേണ്ടതുണ്ട്. ഇനി അടുത്തതായി രണ്ടാമത്തെ പോളിംഗ് ഓഫീസറുടെ അടുത്ത് പോകണം. അവിടെ നിന്ന് ചൂണ്ടുവിരലുകൾ മായാത്ത മഷി കൊണ്ട് അടയാളപ്പെടുത്തണം. തുടർന്ന് വോട്ടർമാർ വോട്ടർ രജിസ്റ്ററിൽ ഒപ്പിടുകയോ പെരുവിരൽ മുദ്ര പതിപ്പിക്കുകയോ വേണം. വോട്ടെടുപ്പ് 2 രീതിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിലും കോർപ്പറേഷനിലും ഒരേ രീതിയിലും ത്രിതല പഞ്ചായത്തുകളിൽ മറ്റൊരു രീതിയിലുമാണ് വോട്ടെടുപ്പ്. നഗരസഭയിലും കോർപ്പറേഷനിലും അതാത് വാർഡിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് വോട്ട് ചെയ്യേണ്ടത്. ഇത് ഒരു വോട്ട് മാത്രമാണുള്ളത്. എന്നാൽ ഗ്രാമപഞ്ചായത്തിലെ വോട്ടർമാർ 3 സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് ചെയ്യേണ്ടത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ. നഗരസഭയിലും കോർപ്പറേഷനിലും ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് ഉള്ളതെങ്കിൽ ഗ്രാമപഞ്ചായത്തിലെ വോട്ടർമാർക്ക് 3 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ടാകും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ടർമാർ അവർക്ക് ഏത് സ്ഥാനാർത്ഥിക്കാണോ വോട്ട് ചെയ്യേണ്ടത് അവരുടെ പേരിനും ചിഹ്നത്തിനും നേരെ ബാലറ്റിംഗ് യൂണിറ്റിലെ ബട്ടൺ അമർത്തണം. ആ സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനും നേരെ ചുവന്ന ലൈറ്റ് അപ്പോൾ തെളിയും. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ബീപ്പ് ശബ്ദം കേൾക്കുകയും വോട്ട് ചെയ്തതായി സ്ഥിരീകരിക്കുന്ന സ്ലിപ്പ് വോട്ടർമാർക്ക് ലഭിക്കുകയും ചെയ്യും. വോട്ടർ പട്ടികയിലോ മറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ വോട്ടർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് പോളിംഗ് സ്റ്റേഷനിലെ പ്രിസൈഡിംഗ് ഓഫീസറെ സമീപിക്കാം.